പൗലോസിൻ്റെ ചിന്തകൾ, തൻ്റെ വേദശാസ്ത്രം, അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പൗലോസിൻ്റെ വേദശാസ്ത്രം എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ അനലൈസ് ചെയ്യുന്നത് പോൾ എന്ന വ്യക്തിയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ മാനസാന്തരം, സുവിശേഷ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ തിയോളജി, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ സബ്ജക്റ്റ് പഠിക്കുമ്പം അതിൻ്റെ ഓരോ ഏരിയകളിലേക്ക്, ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി പഠിക്കുന്നത്. കാരണം ഇതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഏരിയാസ്. അപ്പോൾ ആ സബ്ജക്റ്റ് പൊളൈൻ തോട്ട് എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ആഴത്തിൽ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് പോളിൻ്റെ തിയോളജി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അർത്ഥമാക്കുന്നത്, അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത്. പോളിൻ്റെ തിയോളജി എന്ന് പറയുമ്പോൾ പ്രധാന ഏരിയാസിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രക്ഷയെപ്പറ്റി, സഭയെപ്പറ്റി, ക്രിസ്തുവിനെപ്പറ്റി, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി പൗലോസ് എന്തു പറഞ്ഞിരിക്കുന്നു, പൗലോസിൻ്റെ വ്യൂ എന്താണ്. വേദ പണ്ഡിതന്മാർ പൗലോസിൻ്റെ ചിന്തകളെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഏരിയയിലേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. രക്ഷാശാസ്ത്രം, സഭാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, യുഗാന്തി ശാസ്ത്രം. ഈ കാറ്റഗറിയിൽ ഈ ഓരോ വിഭാഗത്തിലും പൗലോസിൻ്റെ വ്യൂ എന്താണ്, പൗലോസിൻ്റെ തിയോളജി എന്താണ് എന്ന് ഇവർ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളും പഠിക്കുന്നത്. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് പൗലോസിനെ ബൈബിളിൽ എവിടെയാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ പീഡിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പൗലോസ് വരുവാനുള്ള കാരണമെന്ത്. പൗലോസിനെ നാം ആദ്യം കാണുന്നത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നവരുടെ വസ്ത്രം കാത്ത് നിന്നിരുന്ന ചെറുപ്പക്കാരൻ എന്നാണ് പൗലോസിനെ ആദ്യം നമ്മൾ ബൈബിളിൽ കാണുന്നത്. കാരണം ന്യായപ്രമാണത്തിൽ വളരെ ശുഷ്കാന്തി നിറഞ്ഞ പരീശനായ വ്യക്തിയായിരുന്നു പൗലോസ്. താൻ ചെയ്യുന്നതൊക്കെയും ദൈവത്തിന് പ്രസാദം എന്ന് വിചാരിച്ചിട്ടാണ് പൗലോസ് ഇതൊക്കെ ചെയ്തത്. സ്തേഫാനോസ് കല്ലുകൊണ്ട് ഏറുകിട്ടി രക്തം വാർന്ന് മരിക്കുമ്പോഴും ഒരു കനിവും കാട്ടിയിരുന്ന വ്യക്തിയായിരുന്നില്ല പോൾ. അതിന് സമ്മതം കൊടുത്തിരുന്നു പോൾ എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദമസ്കോസിലേക്ക് പൗലോസ് എന്തിനാണ് വന്നത്. ദമസ്കോസിലേക്ക് പൗലോസ് വന്നത് യേശുവിനെ അനുസരിക്കുന്ന അഥവാ യേശുവിൻ്റെ മാർഗത്തെ പിൻപറ്റുന്ന ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ മഹാപുരോഹിതൻ്റെ അധികാരപത്രവുമായിട്ടാണ് പൗലോസ് ദമസ്കോസിലേക്ക് വന്നത്. ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെ കൊടുക്കുക, അതിന് തുല്യമാണ്. ഒരു ശിഷ്യനായി തീരുമെന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ജീവനെ വരെ കൊടുക്കുവാൻ കഴിയുന്നതായിരിക്കണം ശിഷ്യത്വം എന്ന് പറയുന്നത്. കർത്താവ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനേകർക്ക് തങ്ങളുടെ ജീവനെ കൊടുക്കേണ്ടതായിട്ട് വന്നു. നന്മ മാത്രം ചെയ്ത, മറ്റുള്ളവരെ സ്നേഹിച്ച, ആഴമായി സ്നേഹിച്ച കർത്താവിനെ ക്രൂശിച്ച് കൊന്ന സ്ഥലമാണ് യെരുശലേം. ആ യെരുശലേമിലേക്ക് യേശുവിൽ വിശ്വസിക്കുന്നവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വിസ്താരത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ സ്തേഫാനോസിനെ പോലുള്ള മരണം അവർക്കും ഒരുപക്ഷെ ലഭിച്ചേക്കാം, യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ. അങ്ങനെ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുവാനായിട്ടാണ് പോൾ ദമസ്കോസിലേക്ക് വന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഒരു തള്ളിപ്പറച്ചിലിൽ അവരുടെ ജീവനെ അവർക്ക് വളരെ സേഫായിട്ട് സൂക്ഷിക്കാം. എന്നാൽ അവരെല്ലാവരും യേശുവിന് വേണ്ടി അവർ ജീവിച്ചു. യേശുവിനെ തള്ളിപ്പറയാനായിട്ട് അവർ തയ്യാറായില്ല. യേശുവിൻ്റെ കൂടെ നടന്ന യൂദ, യേശുവിൻ്റെ പ്രസംഗം കേട്ട യൂദ, യേശുവിൻ്റെ നന്മ അനുഭവിച്ച യൂദ, യേശു ആരെന്ന് മനസ്സിലാക്കിയ യൂദ പോലും യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു,
അവന് കെട്ടിഞ്ഞാന്ന് ചത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ യേശുവിനെ വിസ്തരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രധാന സീറ്റിൽ യൂദ അവിടെ ഉണ്ടാകുമായിരുന്നു. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനിറ്റി. അതൊരു വേ ആണ്, ഒരു മാർഗമാണ്, അതൊരു റിലീജിയൻ അല്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? യേശു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, ഒരു റിലീജിയൻ സ്ഥാപിക്കാനായിട്ടല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് രാജാതി രാജാവായിരുന്നു, കർത്താതി കർത്താവായിരുന്നു. താൻ മാത്രം അമർത്യതയുള്ള കർത്താവ്, പിതാവിന് തുല്യം സ്വർഗത്തിൽ വസിച്ചിരുന്ന കർത്താവ് എല്ലാ മഹിമകളും വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു, താഴ്ചയുള്ളവനായിട്ട് തീർന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. തന്നിൽ വിശ്വസിക്കുന്നവനും ദൈവം ഒരു പ്രോസസ്സ് വെച്ചിട്ടുണ്ട്. കർത്താവ് ഒരു ഐഹികമായ രാജ്യം സ്ഥാപിക്കാനായിട്ടല്ല ഈ ഭൂമിയിൽ വന്നത്. ദൈവിക ബന്ധത്തിൽ, ദൈവിക കൽപ്പന അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാർഗമാണിത്. ബൈബിൾ പറയുന്നു, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. യഹോവയാണ് നമ്മുടെ കൊടി. യേശു നമ്മുടെ രക്ഷാനായകനാണ്. യേശു വന്നത് ഒരു റിലീജിയൻ സ്ഥാപിക്കാനല്ല. നാം എല്ലാവരും അദൃശ്യ സഭയിലെ അംഗങ്ങളാണ്, നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ അവകാശികളാണ്. ഇതൊരു മാർഗമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അദൃശ്യമായ സഭ ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ദൈവ കൽപ്പന പ്രമാണിച്ച് വിശുദ്ധിയോട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോക്കൽ സഭയിലെ അംഗം ആയിരിക്കുമ്പോൾ തന്നെ അദൃശ്യ സഭയിലെയും അംഗമായി തീരും. നാം കർത്താവ് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടും. അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ദമസ്കോസിൽ വെച്ച് പൗലോസിന് എന്ത് സംഭവിച്ചു? അതാണ് ചിന്തിക്കാൻ പോകുന്നത്. പൗലോസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കാര്യമാണ് ദമസ്കോസിൽ സംഭവിച്ചത്. വലിയൊരു പ്രകാശം, വാഹന മൃഗത്തിൽ നിന്നും പൗലോസ് താഴെ വീഴുന്നു. അന്ധനാകത്ത്. പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? കർത്താവ് പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ശേഷം അനന്യാസ് എന്ന ശിഷ്യനെ ദൈവം അയക്കുകയും പ്രാർത്ഥനയാൽ പൗലോസിന് കാഴ്ച തിരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പോൾ ദൈവമായിട്ടൊരു എൻകൗണ്ടറാണ് ദമസ്കോസിൽ വെച്ച് പൗലോസിന് സംഭവിച്ചത്. നമ്മൾ അടുത്ത ചിന്തിക്കാൻ പോകുന്നത്, ആ ദൈവിക ഇടപെടലിന് ശേഷം പൗലോസിന് എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്നും എന്ത് ഇൻസ്ട്രക്ഷനാണ് തനിക്ക് ലഭിച്ചത്? ദൈവിക ഇടപെടലിന് ശേഷം പൗലോസിന് 3 ദിവസം കാഴ്ചയുണ്ടായിരുന്നില്ല. 3 ദിവസത്തിന് ശേഷമാണ് തനിക്ക് കാഴ്ച ലഭിക്കുന്നത്. അനന്യാസിനെ അവിടേക്ക് അയക്കുകയും അനന്യാസ് പ്രാർത്ഥിച്ചപ്പോഴാണ് പൗലോസിന് കാഴ്ച ലഭിച്ചത്. ഈ 3 ദിവസം പൗലോസ് പ്രാർത്ഥനയിലും സമർപ്പണത്തിലും, ദൈവത്തോടുള്ള സമർപ്പണത്തിലും തൻ്റെ ദിനങ്ങൾ പൗലോസ് കഴിച്ചുകൂട്ടി. പൗലോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്ക് വെളിപ്പെട്ട ദർശനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. ബൈബിൾ പറയുന്നു, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ച് ബൈബിള് പറയുന്നുണ്ട്. താൻ ബുദ്ധിമോശമാണ് കാണിച്ചതെന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി, ദൈവശബ്ദത്തിന് മുമ്പിൽ തന്നെ സമർപ്പിച്ചു. ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത്, ആ സമയങ്ങളിൽ, ആ 3 ഡേയ്സിൽ തന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി സംസാരിച്ചു. ഒരുപക്ഷെ യേശുവിന് വേണ്ടി മരിക്കാൻ പോലും, അതിനുവേണ്ടി മരിക്കാൻ പോലും ഒരു തീരുമാനം ഉള്ളിൽ എടുത്തിട്ടുണ്ടാകും. ബൈബിളത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ ഒരു 3 ദിവസം തൻ്റെ ജീവിതത്തിലെ കഷ്ടത്തിൻ്റെയും വേദനയുടെയും ഒക്കെ അവസ്ഥയായിരുന്നെങ്കിലും വലിയ തീരുമാനത്തിലേക്ക് ദൈവം നയിച്ച 3 ദിവസമായിരുന്നു. ഈ 3 ദിവസം എന്താ ദൈവം പൗലോസിന് കാഴ്ച കൊടുക്കാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. പൗലോസിനോട് ദൈവം സംസാരിച്ചു, എന്നാൽ എന്താ ഉടനടി തനിക്ക് കാഴ്ച കൊടുക്കാഞ്ഞത്? ഈ 3 ദിവസം നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ പ്രോസസ്സിങ് ടൈമില്ല. അതുപോലെ ആ 3 ദിവസം ദൈവം പ്രത്യേകമായിട്ട് പോളിന് ദൈവം അനുവദിച്ച സമയമായിരുന്നു. കാരണം തന്നെപ്പറ്റി ഒരു ദൈവത്തിൻ്റെ ദൂതുണ്ടായിരുന്നു. ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ
തൻ്റെ വചനവുമായി നിൽക്കുവാൻ പോളിനെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ദൂതിന് വേണ്ടി പൗലോസ് കംപ്ലീറ്റ് സമർപ്പിക്കാനായിട്ട് ഈ അവസ്ഥയിൽ പൗലോസിനെ സഹായിച്ചു. അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അനന്യാസിന് ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്. അനന്യാസ് ഒരു സാധാരണ ശിഷ്യനായിരുന്നു, എന്നാൽ ദർശനം ഉള്ളവനായിരുന്നു. ദർശനം നഷ്ടപ്പെടുത്തി കളഞ്ഞ വ്യക്തിയായിരുന്നില്ല, മറിച്ച് ദർശനത്തിൽ നിലനിന്നിരുന്ന വ്യക്തിയായിരുന്നു അനന്യാസ്. തൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. കാരണം ശൗലിനെ പറ്റി വലിയ ഭീതി ദേശത്ത് മുഴുവനും വ്യാപരിച്ചിരുന്നു. അപ്പോൾ വലിയ ഭയം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭയത്തെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അനന്യാസ് മറികടന്നു. കാരണം പോൾ ആരാണെന്നുള്ളത് ദൈവം അനന്യാസിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പോൾ ആരെന്ന് അനന്യാസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തൻ്റെ എല്ലാ ഭയങ്ങളും അവിടെ മാറിപ്പോയി. തൻ്റെ കൺസേൺ അനന്യാസ് ദൈവത്തോട് പറയുന്നുണ്ട്. പക്ഷേ ദൈവം അവിടെ അനന്യാസിനോട് കോപിക്കുന്നില്ല. അനന്യാസ് തിരിച്ച് കൗണ്ടർ ക്വസ്റ്റ്യൻ ഒന്നും ദൈവത്തോടും ചോദിക്കുന്നതുമില്ല. മോശ ചോദിച്ച പോലൊന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ദൈവത്തോട് ചോദിക്കുന്നില്ല. ദൈവം പോളിനെ പറ്റി പറഞ്ഞപ്പം അതിനെ പൂർണ്ണമായിട്ടും അനന്യാസ് കൈക്കൊള്ളുക ചെയ്തത്. ദൈവം ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ അനന്യാസിനെ ഏൽപ്പിക്കുന്നു. അറിയാമല്ലോ പോളിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പർപ്പസ്, അത് അനന്യാസിൽ കൂടാണ് ദൈവം അത് അറിയിച്ചത്. എന്നാൽ ശൗലിനോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന് ഡയറക്റ്റ് സംസാരിക്കാമായിരുന്നു, എന്നാൽ ദൈവം അത് ചെയ്തില്ല. അനന്യാസിൽ കൂടെയാണ് ദൈവം അത് അറിയിച്ചത്. അനന്യാസ് പ്രാർത്ഥിച്ചപ്പം പൗലോസ് പരിശുദ്ധാത്മപൂർണനായി തീർന്നു. തനിക്ക് ലഭിച്ച ഈ ആത്മപകർച്ച തൻ്റെ ജീവിതത്തിലെ ഒരു ലൈറ്റ്, അടഞ്ഞു കിടന്ന അന്ധകാരം പിടിച്ച ഹൃദയത്തിൽ ഒരു ലൈറ്റ് പ്രകാശിക്കുന്നതിന് തുല്യമായിരുന്നു. തൻ്റെ ഹൃദയം മുഴുവൻ അതിൽ പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അനന്യാസ് പോളിനെ സഹോദര എന്ന് സംബോധന ചെയ്യുന്നു. ബൈബിൾ പറയുന്നു, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. പൗലോസ് ആത്മശക്തി പ്രാപിക്കുന്നു, തുടർന്ന് സ്നാനപ്പെടുന്നു. അടുത്ത നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്. സഭയെ സംബന്ധിച്ചുള്ള എന്ത് മർമ്മമാണ് പൗലോസിന് ലഭിച്ചത്? ദൈവം ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കും, ചില കാലയളവിലേക്ക് ദൈവം മറച്ചു വയ്ക്കും. എന്നാൽ തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തും. അത് ഉള്ളതാണ്, പക്ഷെ അത് മറഞ്ഞു കിടക്കുന്നതാണ്. അത് ദൈവം വെളിപ്പെടുത്തും. അതിനെയാണ് മർമ്മം എന്ന് പറയുന്നത്. നേരത്തെ അത് മറഞ്ഞിരുന്നതാണ്, എന്നാൽ ഇപ്പോൾ അത് വെളിപ്പെട്ട് വന്നിരിക്കുന്ന കാര്യം, അതിനെയാണ് മർമ്മം എന്ന് പറയുന്നത്. ഇത് വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ചർച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇതാണ് പൗലോസിന് മനസ്സിലായ മർമ്മം. ഏറ്റവും പ്രധാന കാര്യം, യഹൂദനോടൊപ്പം ജാതികളും ക്രിസ്തുവിൻ്റെ ബോഡിയുടെ പാർട്ടാണ്. ഈ മർമ്മം പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. യുഗങ്ങളോളം മറയപ്പെട്ട് കിടന്നിരുന്ന ഒരു മർമ്മമാണ് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പൗലോസിനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു. ദൈവിക പ്ലാനിനെ പറ്റി നാം മനസ്സിലാക്കേണ്ട സത്യങ്ങൾ എന്തൊക്കെയാണ്? ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ തൻ്റെ നാമത്തെ വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രമായിരുന്നു പൗലോസ്. ഇതായിരുന്നു ദൈവിക പ്ലാൻ. ഇതൊരു ശ്രേഷ്ഠമായ തിരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ അനന്യാസിൽ കൂടെ ദൈവം ഈ ദൂതൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. തൻ്റെ നാമത്തിന് വേണ്ടി പലതും സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു വാണിംഗ് പോലെ ആദ്യമേ ഈ കാര്യങ്ങൾ അനന്യാസിൽ കൂടെ പോളിനോട് ദൈവം അറിയിക്കുന്നുണ്ട്. പലരും ഈ സഫറിങ്ങിനെ, സുവിശേഷ വേലയിൽ, സുവിശേഷ വയലിൽ പലരും ഈ സഫറിങ് ഇഷ്ടപ്പെടുന്നില്ല. അവരിത് അവോയ്ഡ് ചെയ്ത് ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കാനായിട്ടാണ് അവർ താല്പര്യപ്പെടുന്നത്. കഷ്ടത്തിൻ്റെ പാതയെ അവർ അവോയ്ഡ് ചെയ്യുന്നു. ദൈവിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂശിൻ്റെ പാതയാണ്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്
കർത്താവ് പറഞ്ഞത്. സമ്പത്തിനു വേണ്ടി തനിക്ക് വേണേൽ ആഗ്രഹിക്കാമായിരുന്നു. ഉന്നത ഒരു ബന്ധങ്ങളും വലിയൊരു അവസ്ഥയിലേക്കൊക്കെ ലോകപ്രകാരം തനിക്ക് പോകാമായിരുന്നു. എന്നാൽ അതൊന്നും ആഗ്രഹിക്കാതെ ആ ക്രൂശിൻ്റെ ദർശനത്തിൽ അല്ലെങ്കിൽ ആ വിളിയുടെ നിശ്ചയത്തിൽ താൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും താൻ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുവാനായിട്ട് പോൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇതൊരു സമ്പൽ സമൃദ്ധിയുടെ പാതയല്ല ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. കാരണം യേശുക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. ഒത്തിരി ഉപദ്രവങ്ങളുണ്ടാകും. ഈ നാമം പറയുന്ന സമയത്ത് ഒത്തിരി ഉപദ്രവങ്ങളുണ്ടാകും. അത് കർത്താവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദൈവദാസന്മാർക്ക് മാത്രമല്ല, ക്രിസ്തീയ മാർഗവും ഒരു നിത്യതയിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ അത് ഞെരുക്കമുള്ള വഴിയാണ്. അത് വിശാലമായ പാതയല്ലെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിരുവചനം അങ്ങനെ പറയുമ്പോൾ അതിനെ നമ്മൾ എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ, അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. അനേകരെ കർത്താവിന് വേണ്ടി നേടുക, നമ്മളെ തന്നെ നേടുക, നിത്യതയിൽ നമ്മൾ എത്തിച്ചേരുക. ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ, നമ്മളെപ്പറ്റിയുള്ള ദൈവിക പ്ലാൻ. ദൈവിക പ്ലാനുകൾ എന്തെങ്കിലും നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും അത് അവോയ്ഡ് ചെയ്യരുത്. ഒരു റൂട്ട് മാപ്പ് ബൈബിളിലുണ്ട്. എല്ലാത്തിലും ഒരു റൂട്ട് മാപ്പ് ബൈബിളിലുണ്ട്. ഒരിക്കലും നമ്മൾ ചില വഴികളെ അവോയ്ഡ് ചെയ്യരുത്. കർത്താവിൻ്റെ ശബ്ദം എന്ത് മുഴങ്ങിയാലും അതിൻ പ്രകാരം, ദൈവഹിത പ്രകാരം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. വിശ്വാസിയും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുന്നത്. ഒരു ശിഷ്യൻ്റെ ഉത്തരവാദിത്വം എന്താണ്? നാം ആയിരിക്കണം. ഇതാണ് നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്. ദൈവം നമ്മളെ വിളിച്ചത് ശിഷ്യന്മാരായിട്ടാണ്. ബിഗിനിങ് സ്റ്റേജാണ് വിശ്വാസി എന്ന് പറയുന്നത്. അധിക നാൾ അതിൽ കണ്ടിന്യൂ ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ട്രാക്ക് ചേഞ്ച് ചെയ്യണം. ശിഷ്യൻ്റെ ജോലി എന്താണ്? യേശു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവവചനം അനുസരിക്കുക, അനേക ശിഷ്യന്മാരെ ഡെവലപ്പ് ചെയ്യുക. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ, ശിഷ്യനെന്ന് പറഞ്ഞാൽ മോർ കമ്മിറ്റഡ് ഫോളോവറാണ്. എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോലും തീരുമാനമെടുത്ത, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, ദൈവരാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് സമർപ്പിക്കപ്പെട്ടവനെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അല്ലാത്തവരൊക്കെ കാറ്റടിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ വഴിയും വരുമെന്ന സമയത്ത് കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് ഈ ലോകത്തിലേക്ക് മാറിപ്പോവും. ദേമാസിനെ പറ്റിയൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു വിശ്വാസിയായി കണ്ടിന്യൂ ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഒരു ശിഷ്യനായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനന്യാസ് പൗലോസിനെ അഭിസംബോധന ചെയ്തത് സഹോദര എന്നാണ്. തന്നെ കൊല്ലുവാൻ അല്ലെ പിടിച്ചു കെട്ടുവാൻ വന്ന വ്യക്തിയെ അനന്യാസ് എങ്ങനെയാണ് ഒരു ബ്രദർ എന്ന് വിളിക്കുവാനായിട്ട് കഴിഞ്ഞത്? ഇതിൽ നിന്ന് നമ്മളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം എന്താണ്? ദൈവം ഒരുവനെ നീതീകരിച്ചാൽ അവനിൽ കുറ്റം കണ്ടെത്തുവാൻ നാം ശ്രമിക്കരുത്. ദർശനം പ്രാപിച്ച അനന്യാസ് ദർശനത്തിൻ്റെ പരിശുദ്ധി അഥവാ ജീവിത വിശുദ്ധി തൻ്റെ ഇടപെടലിലും വാക്കിലും തെളിയിച്ചു. അത് ആർദ്രതയുള്ള വാക്കായിരുന്നു. യോനെപ്പോലെ അനന്യാസ് ചിന്തിച്ചില്ല. അതുപോലൊന്നും പൗലോസിനെ അങ്ങനെ ഒന്നും അനന്യാസ് അങ്ങനല്ല കൺസിഡർ ചെയ്തത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുവിശേഷത്തിൻ്റെ മുമ്പിൽ, ഗോസ്പലിൻ്റെ മുമ്പിൽ ആരും ശത്രുക്കളില്ല. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. അവരിലുള്ള ഇരുളിൻ്റെ വശങ്ങളാണ് ഈ റോങ് തിങ്സൊക്കെ അവരെ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഏത് കഠിന ഹൃദയമുള്ള മനുഷ്യൻ്റെയും ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അനന്യാസ് പൗലോസിനെ കാണാൻ പോകുന്നതിന് മുമ്പ് അനന്യാസ് നിശ്ചയമായിട്ടും മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ദൈവം ഒരു ചുമതല നമ്മളെ ഏൽപ്പിച്ചാലും, ഒരു മിഷൻ നമ്മളെ ഏൽപ്പിച്ചാലും നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട്, അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. വലിയൊരു മിഷന് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരേ സമയം തന്നെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു കർത്താവ്. എന്നാൽ തൻ്റെ ദൗത്യത്തെപ്പറ്റി കർത്താവിന് അത്രമാത്രം ക്ലിയറായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. എന്നിട്ട് കൂടി കർത്താവ് പ്രാർത്ഥനയിൽ ദൈവത്തോട് സമയം ചെലവഴിച്ചു. മണിക്കൂറുകൾ, അതിരാവിലെയൊക്കെ മണിക്കൂറുകൾ കർത്താവ് പ്രാർത്ഥിച്ചു പകലത്തെ മിനിസ്ട്രിയുടെ അനുഗ്രഹത്തിനായിട്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ശുശ്രൂഷകൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന. ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ആയുധങ്ങളുണ്ട്. ചിലർ പല ആയുധങ്ങൾ, ഓരോ ഫീൽഡിൽ അക്കൗണ്ട്സി വർക്ക് ചെയ്യുന്നവർ, മിലിറ്ററി വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ പലയിടങ്ങളിൽ എല്ലാവർക്കും ഒരു ആയുധമുണ്ട്. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ, എഴുതുന്നവർ, എല്ലാവർക്കും ഒരു ആയുധമുണ്ട്. ഈ ആയുധം ഇല്ലാതെ നമുക്കെങ്ങും വിജയം കൈവരിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം ഒരു ശുശ്രൂഷകന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ആയുധങ്ങളിലൊന്നാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏത് കോട്ടകളും ഇടിയുവാൻ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ഇടയായിത്തീരും. ഏത് അടഞ്ഞു കിടക്കുന്ന വാതിലുകളും അത് ദൈവഹിതമാണെങ്കിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കപ്പെടും. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുശാസ്ത്രം, ഇതിനെപ്പറ്റിയുള്ള പൗലോസിൻ്റെ വ്യൂ എന്താണ്? യേശു ദൈവപുത്രൻ, ഇതാണ് പൗലോസ് ആദ്യം അഡ്രസ്സ് ചെയ്തത്. യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർപ്പ്, ഇതായിരുന്നു തൻ്റെ പ്രസംഗത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഉയർപ്പ്. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ വിശ്വാസമൊക്കെ വ്യർത്ഥമാണ് എന്ന് പോൾ പറയുന്നു. തൻ്റെ ട്രാൻസ്ഫോർമേഷൻ, തൻ്റെ രൂപാന്തരം, അതിൻ്റെയൊക്കെ ഒരു പ്രേരക ശക്തി, അല്ലെങ്കിൽ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് വളരെ ആ ഒരു കോൺഫിഡൻസോടുകൂടി പോള് പറയുവാനായിട്ട് പോളിനെ സഹായിച്ചത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. മരിച്ചെങ്കിൽ മാത്രം ഉയർത്തെഴുന്നേക്കാൻ പറ്റുള്ളൂ. കർത്താവ് മരിച്ചു, മനുഷ്യന് വേണ്ടി മരിച്ചു. മനുഷ്യൻ്റെ പാപ കറകളെല്ലാം കർത്താവ് തുടച്ചു മാറ്റി, പാപത്തിൻ്റെ കടങ്ങളെല്ലാം കർത്താവ് വീട്ടി. അപ്പം മനുഷ്യനെ ദൈവം സ്വതന്ത്രനാക്കി. അവനെ യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. കാരണം ഒരു ഭാവി പ്രത്യാശയുണ്ട്. അതൊക്കെ ഫുൾഫില്ലാകാൻ പോകുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് മൂലമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു തന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു ടേം എന്താണ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത്? മനുഷ്യപുത്രൻ എന്ന പദമാണ് കർത്താവ് ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്തത്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വാക്യമുണ്ടല്ലോ, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർഷന് ശേഷം, മാനസാന്തരത്തിന് ശേഷം പൗലോസ് എന്താണ് പ്രസംഗിച്ചത്? എങ്ങനെയാണ് യേശു ക്രിസ്തുവാണെന്ന് പോള് പ്രൂവ് ചെയ്തത് അഥവാ തെളിയിച്ചത്? യഹൂദന്മാരുടെ പ്രാർത്ഥനാ സ്ഥലമാണ് സിനഗോഗ്. അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. അവർ ചിതറപ്പെട്ടപ്പോഴൊക്കെ അവർ ഈ സിനഗോഗിലാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത്. യെരുശലേം ദേവാലയം അവരുടെ പ്രധാന ദേവാലയം. എന്നാൽ അത് വളരെ ദൂരമൊക്കെയാണല്ലോ. അപ്പോൾ എപ്പോഴും അവർക്ക് അവിടെ കടന്നു പോകാനായിട്ട് കഴിയത്തില്ല. 12 വയസ്സിൽ കൂടുതലുള്ള ഒരു യഹൂദൻ, അവനെ ഒരു പുരുഷനായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്ത് 12 വയസ്സിന് മേലുള്ള 10 പേരുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു സിനഗോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സിനഗോഗിൽ പ്രസംഗിച്ചു. യഹൂദന്മാർ മശിഹയെ കാത്തിരുന്നവരാണ്. അവർ കാത്തിരുന്നു, പക്ഷേ ജീസസിനെ അവർ തിരിച്ചറിഞ്ഞില്ല.
കഷ്ടമനുഭവിക്കുന്ന മശീഹയുടെ ചിത്രം പ്രവാചക പുസ്തകത്തിലൊക്കെയും പറയുന്ന കഷ്ടമനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം പോൾ അവരുടെ മുമ്പിൽ വരച്ചു കാട്ടി. പഴയ നിയമത്തിലെ കർത്താവിനെ പറ്റിയുള്ള പ്രോഫസീസ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് യേശു ദൈവപുത്രനാണെന്ന് തെളിയിച്ചു. തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെയാണ് യേശുവിൻ്റെ ശബ്ദമാണ് പോളിന് കേൾക്കുവാനായിട്ട് ഇടയായത്. ആ കർത്താവ്, കഷ്ടമനുഭവിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വാർത്തയും പോള് അറിയിച്ചു. അങ്ങനെ പഴയ നിയമത്തിലെ ആ ഒരു ക്രിസ്തു, ഈ യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ ആണെന്ന് പോള് തെളിയിച്ചു. കാരണം ബേത്ലഹേമിൽ യേശു ജനിക്കും എന്നവർക്കറിയാം. വിദ്വാൻമാരൊക്കെ വന്ന സമയത്തും അവർ പോയിട്ട് യേശുവിനെ കാണാനൊന്നും യഹൂദന്മാർ, ശാസ്ത്രിമാരൊന്നും, അതിന് പരീശന്മാരൊന്നും അവരൊന്നും അറിഞ്ഞിട്ടും അതൊന്നും അന്വേഷിക്കാൻ പോലും അവർ തയ്യാറായില്ല. കാരണം അവരുടെ മനസ്സിൽ ഒരു രാജകൊട്ടാരത്തിലാണ്, അല്ലെങ്കിൽ തങ്ങൾ അറിഞ്ഞിട്ടേ ഒരു മശീഹ ജനിക്കത്തുള്ളൂ. അവരതിനെ ആ ഒരു മെസ്സേജിനെ അവർ ഇഗ്നോർ ചെയ്തു. ആ കാര്യം യേശു ക്രിസ്തുവാണ്, അവർ കാത്തിരുന്ന ക്രിസ്തുവാണ് യേശു. ആ ക്രിസ്തുവിനെയാണ് നിങ്ങൾ ക്രൂശിച്ചതെന്നാണ് പോൾ അവിടെ പ്രസംഗിച്ചത്. അത് കുറച്ച് പേരുടെ ഹൃദയത്തെ ദൈവം തുറന്നു. അവരാണ് യേശുവിനെ സ്വീകരിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, യേശു ക്രിസ്തു എന്ന് പോൾ പറയാനുള്ള പ്രധാന റീസൺ എന്താണ്? പോളിൻ്റെ തിയോളജിയുടെ സെൻട്രൽ പോയിൻ്റ് എന്താണ്? ഞാൻ ഓൾറെഡി ഈ കാര്യം പറഞ്ഞാണ്, എന്നാൽ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം തനിക്കുണ്ടായ പേഴ്സണൽ എൻകൗണ്ടറാണ്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ബോധ്യം തന്നെ ശക്തമാക്കി, അഥവാ തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നു തനിക്കുണ്ടായ ആ പേഴ്സണൽ എൻകൗണ്ടർ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവാണെന്ന് പോൾ അവരോട് പറയുവാനിടയായി തീർന്നത്. യഹൂദന്മാർ യേശുവിനെ കണ്ടത് ക്രിസ്തുവായിട്ടല്ല. അവർ കണ്ടത് ഒരു റബിയായിട്ടും യോസഫിൻ്റെയും മറിയയുടെയും മകനായിട്ടും കുറേ ശിഷ്യന്മാരുള്ളവനായിട്ടും ഒരാശാരിയായിട്ടും സഹോദരന്മാരൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ടും അത്ഭുതം ചെയ്യുന്നവനായിട്ടൊക്കെ ആ യേശുവിനെ കണ്ടത്. യേശുവിനെ ഒരു ഗുരുവായിട്ട് മാത്രമേ അവർ, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലൊക്കെ അവർ കണ്ടിരുന്നു. ഒരു രക്ഷകൻ വരും എന്ന് യഹൂദനറിയാം. പഞ്ചഗ്രന്ഥങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലൊക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോൾ അതെല്ലാം കോട്ട് ചെയ്തു. അതായത് സ്ത്രീയുടെ സന്തതി, അബ്രഹാമിൻ്റെ പിന്തുടർച്ചാവകാശി, മോശ പറഞ്ഞ പ്രവാചകൻ യേശുവാണെന്ന് പോൾ പ്രൂവ് ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ഉദ്ധരണികൾ ഇതൊക്കെ പോൾ കോട്ട് ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റതായിരുന്നു തൻ്റെ സെൻട്രൽ പോയിൻ്റ്, തൻ്റെ ടോക്കിൻ്റെ ഒക്കെ സെൻട്രൽ പോയിൻ്റ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായിരുന്നു. തൻ്റെ സാക്ഷ്യം, തനിക്കുണ്ടായ എൻകൗണ്ടർ അതിൻ്റെ ഒരു പ്രൂഫായിട്ട് പോൾ എടുത്തു. മരണത്തിനപ്പുറം ഒരു പ്രത്യാശയുണ്ട്, അത് യേശുവിലാണെന്ന് പോൾ പറയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ചൊക്കെ 1 തെസ്സലോനിക്കർ 4:13 പറയുന്നുണ്ടല്ലോ, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു, തന്നിൽ വിശ്വസിക്കുന്നവരും കർത്താവിൻ്റെ വരവിൽ തേജസ്സുള്ള ശരീരം പ്രാപിക്കും, അവരും ഉയർത്തെഴുന്നേൽക്കും. യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശുവിൽ വിശ്വസിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു വലിയ കാര്യം, ഇത്രയും കാര്യങ്ങൾ പോൾ അവിടെ പറയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പറയുന്നതായ ചില പഴയ നിയമ ഉദ്ധരണികൾ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒത്തിരി
ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ളതായ ഉദ്ധരണികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖ 5:2 പറയുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. രാമയിലെ കരച്ചിലിനെക്കുറിച്ച് യിരെമ്യാപ്രവചനം 31:15 പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ പഴയ നിയമ ഉദ്ധരണികൾ മത്തായി തൻ്റെ സുവിശേഷത്തിൽ എഴുതിയ സുവിശേഷത്തിൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് ശിഷ്യന്മാർ ഭയന്നു. പോൾ ജെറുസലേമിലേക്ക് ചെന്നപ്പോൾ ഭയന്നു. ഈ ഒരു അവസ്ഥയിൽ ബർന്നബാസിൻ്റെ ഒരു റോൾ എന്തായിരുന്നു? ബർന്നബാസിൻ്റെ ക്യാരക്ടർ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ അത്യാവശ്യം എന്താണ്? പൗലോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബർന്നബാസിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ശിഷ്യന്മാർക്ക് പോളിനെ പറ്റി വ്യക്തമായിട്ടറിയാം. സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, വളരെ ക്രൂരനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവർ ഭയന്നത്. ബർന്നബാസ് ചെയ്ത കാര്യം, പൗലോസിൻ്റെ ഈ സാക്ഷിയൊക്കെ കേട്ടപ്പം ബർന്നബാസിന് കാര്യങ്ങൾ മനസ്സിലായി. പോളിൻ്റെ ജെന്യൂനിറ്റി ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി. തൻ്റെ കൺവേർഷൻ ഒരു റിയലാണ് എന്നുള്ളത് ബർന്നബാസ് ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി. ബർന്നബാസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവരിലെ സാധ്യതകൾ മനസ്സിലാക്കിയിരുന്ന വ്യക്തി, സാധ്യതകൾ, പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ബർന്നബാസ്. ഒരു ഗുഡ് മെൻറ്ററായിരുന്നു, ഒരു മോഡൽ ഓഫ് എൻകറേജ്മെൻ്റ് ആയിരുന്നു, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ആളായിരുന്നു, പീപ്പിൾ ഓറിയൻറ്റഡ് ആയിരുന്നു, ജനങ്ങളുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുന്ന വ്യക്തിയും നല്ല ഒരു ഫെസിലിറ്റേറ്റർ. കാര്യങ്ങളൊക്കെ അത് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറായ, പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുന്ന മിക്കപ്പോഴും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ ടാസ്ക് ഓറിയൻറ്റഡ് പേഴ്സൺ ആയിരുന്നു പോള്. റിജിഡായിരുന്നു ഡിസിഷനിലൊക്കെ. എക്സലൻ്റ് മിഷണറി ആയിരുന്നു, തിയോളജീനും ഒക്കെ ആയിരുന്നു. എന്നാൽ വളരെ സ്ട്രോങ് ആയിരുന്നു തൻ്റെ ഡിസിഷനിൽ. അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യെരുശലേമിലേക്ക് പോയ പൗലോസിന് അധിക നാൾ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. തർസോസിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കാരണം എന്താ? പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോളിൻ്റെ ശുശ്രൂഷ ദൈവം വെച്ചിരുന്നത് ജാതികളുടെ ഇടയിലാണ്. യെരുശലേമിലേക്ക് വന്നെങ്കിലും തനിക്ക് അവിടുന്ന് വിട്ടുപോകേണ്ടതായിട്ട് വന്നു. കാരണം ദൈവം പറഞ്ഞു, നിൻ്റെ സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല. ജൂയിഷ് അതോറിറ്റീസ് എന്തോ ചെയ്തത്? അവർ യഹൂദന്മാർ പൗലോസിൻ്റെ പ്രസംഗത്തെ എതിർത്തു. തൻ്റെ ജീവൻ അപകടത്തിലായി. അത് ശിഷ്യന്മാരും തനിക്കും മനസ്സിലായി. അതുകൊണ്ടാണ് പോളിനെ കൈസരിയിലേക്കും പിന്നീട് തർസോസിലേക്കും പൗലോസ് പോകാനിടയായി തീർന്നത്. ശിഷ്യന്മാർ മതിൽ വഴിയായിട്ടാണ് പൗലോസിനെ ഇറക്കി വിടുന്നത്. പൗലോസിനെ കൊല്ലാൻ വേണ്ടി രാത്രിയും പകലും അവർ കാവലിരുന്നു. പക്ഷേ ശിഷ്യന്മാർ പൗലോസിനെ രക്ഷപ്പെടുവാൻ തക്കണം ശിഷ്യന്മാരാണ് പോളിനെ സഹായിച്ചത്. ഇപ്പോൾ തന്നെ ദൈവിക പ്ലാന് വരുന്നത്. പോളിൻ്റെ അറേബ്യയിലെ എക്സ്പീരിയൻസിനെ പറ്റി വേദ പണ്ഡിതന്മാർ എന്താണ് പറയുന്നത്? കാരണം ബൈബിളിൽ അതിനെപ്പറ്റി അധികം ഇൻഫർമേഷൻ ഇല്ല. എന്നാൽ വേദപണ്ഡിതന്മാരൊക്കെ പറയുന്ന ചില ഇൻഫർമേഷനുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത്. ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ദമസ്കോസിൽ വെച്ചുണ്ടായി, തനിക്ക് കാഴ്ച ലഭിച്ചു. എന്നാൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ദൂതിൻ്റെ ആഴം. കാരണം തനിക്ക് ദൈവം തന്നോട് പറഞ്ഞ ദൂത് അത് വളരെ ആഴത്തിലുള്ളൊരു ദൂതാണ്. അപ്പോൾ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ പോള് 3.5 വർഷം താൻ അറേബ്യൻ മരുഭൂമിയിൽ ചെലവഴിച്ചത്. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ഗുഡ് ന്യൂസ്, എന്താണ് ബാഡ് ന്യൂസ്, ബൈബിളിലെ ഗുഡ് ന്യൂസ് എന്താണ്, ബാഡ് ന്യൂസ് എന്താണ് എന്ന് ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ആ ബാഡ് ന്യൂസ്? അത് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്.
പാപം അത് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു, മരണത്തിലേക്ക്, ആത്മീക മരണത്തിലേക്ക് അവനെ തള്ളിവിട്ടു. ഇതാണ് ബാഡ് ന്യൂസ്. എന്താണ് ഗുഡ് ന്യൂസ്? യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ, തൻ്റെ ഉയർപ്പിനാൽ മനുഷ്യന് ഫൊർഗീവ്നെസ്സും ഇറ്റേണൽ ലൈഫും ലഭിച്ചു. ഇതാണ് ഗുഡ് ന്യൂസ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ നിവൃത്തിയായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരാശിയെ, പാപത്തിൽ വീണുപോയ മനുഷ്യരാശിയെ തൻ്റെ മരണത്താൽ കർത്താവ് വീണ്ടെടുത്തത്. തൻ്റെ ക്രൂശിൽ മനുഷ്യന് വേണ്ടി കർത്താവ് മരിച്ചു. മനുഷ്യവർഗത്തെ പാപത്തിൻ്റെ അധീനതയിൽ നിന്നും കർത്താവ് വിലയ്ക്ക് വാങ്ങി. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പോൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയാണ്. സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, റോമർ 1:1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ. 1 കൊരിന്ത്യർ 1:1 പറയുന്നു. അങ്ങനെ ഗലാത്യലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: താനൊരു അപ്പോസ്തോലനാണ്, അത് മനുഷ്യനുമല്ല മനുഷ്യനാലുമല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, 2 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിലുമൊക്കെ താൻ ദൈവ ഇഷ്ടപ്രകാരമുള്ള അപ്പോസ്തോലനാണെന്ന് പോൾ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പോൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ഫുൾഫിൽമെൻറ്റിന് വേണ്ടി വിളിക്കപ്പെട്ടവൻ എന്നിങ്ങനെയാണ് തന്നെപ്പറ്റി പോൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, റോമാലേഖനത്തിൽ സുവിശേഷത്തെ എങ്ങനെയാണ് പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥയെ ഇപ്പോൾ ആദ്യം ചൂണ്ടിക്കാണിച്ചു. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയ യഹൂദനും ജാതിയും, അഥവാ മുഴുവൻ മാനവകുലവും ദൈവ തേജസ് നഷ്ടപ്പെടുത്തി പാപം മൂലം. ഈ മനുഷ്യനെ നീതീകരിക്കേണ്ടത് ദൈവമാണ്. ദൈവം മനുഷ്യനെ നീതീകരിച്ചു. ജീസസ് തൻ്റെ മരണത്താൽ, പുനരുത്ഥാനത്താൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം മുമ്പാകെ നീതീകരിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ പരിശുദ്ധാത്മ ശക്തിയാൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചു എന്നതുകൊണ്ട് അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. പാപത്തിൽ നിന്ന് ലഭിക്കുന്ന ഫ്രീഡം അവൻ എക്സ്പീരിയൻസ് ചെയ്യണം. വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. ഗോസ്പലിൻ്റെ വർത്തമാനകാല, ഭാവികാല ദൈവിക പ്ലാൻ വളരെ ആഴത്തിൽ റോമാലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നു. യേശുവിനെ രക്ഷകനായി ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനോടൊപ്പം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. മുമ്പേ അത് പറഞ്ഞാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഭാവികാല രക്ഷയ്ക്ക് അത് മസ്റ്റാണ്. ഇപ്പോൾ സുവിശേഷം ഒരു മനുഷ്യൻ സുവിശേഷം അതിൻ്റെ വിവിധ ആസ്പെക്ട്സ്, വിവിധ കോണുകൾ, അതിൻ്റെ പൂർത്തീകരണം, ഒരു സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആത്യന്തിക പൂർത്തീകരണം വരെയുള്ള കാര്യങ്ങളാണ് റോമാലേഖനത്തിൽ പൗലോസ് വിവരിച്ചിരിക്കുന്നത്.